വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററായ നമ്പർ റിലേഷൻസ് അല്ലേ, ആ പാഠത്തിൻ്റെ 4ാമത്തെ പാർട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നത്. അതായത് ഡിജിറ്റ് സമ്മ് കാണാനും ഡിജിറ്റിൻ്റെ ഡിഫറൻസ് കേട്ടോ കാണാനും ഇതെല്ലാം നമ്മൾ 1, 2, 3 പാർട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ ദാണ്ട് ഈ ലാസ്റ്റ് എക്സസൈസ് വരെ നമ്മൾ, അതായത് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ എന്ന് പറയുന്ന ഇത് കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഒന്നും കൂടെ പറയണോ? അതായത് ഇവിടെ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്യാത്തതൊന്നും കാണിക്കാം. അതെ കണ്ടോ, അതായത് അക്കങ്ങളുടെ തുക അല്ലേ, സം ഓഫ് ദ ഡിജിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് 3 കൂടി കൂട്ടുക. ഏതൊക്കെയാ? 7 പ്ലസ് കേട്ടോ 7, 7 പ്ലസ് 6 പ്ലസ് 4 കേട്ടോ. 7ഉം 4ഉം 11ഉം 6ഉം 17 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 17 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 17നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര? 1 9 9 ശിഷ്ടം എത്ര? 8 വരും. അതാണ് ഈ 8. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 2 വരും. 9ൻ്റെ ഗുണിതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശിഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണിതമാണോ? അല്ല, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 0 വന്നെങ്കിലേ അത് ഗുണിതമാണെന്ന് പറയാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? റിമൈൻഡർ 8 വന്നേ. അപ്പോൾ അതായത് നോക്കൂ നിങ്ങൾ, ഇതാ റിമൈൻഡർ 8 വന്നേ. അതായത് ശിഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ടേബിളിൽ വരത്തില്ല അല്ലേ. ഇവിടെ ശിഷ്ടം വന്നത് കൊണ്ട് എന്താ? 9ൻ്റെ ഗുണിതമല്ല. ഇവിടെയും ശിഷ്ടം വന്നു അല്ലെ, റിമൈൻഡർ വന്നു. അതുകൊണ്ട് എന്താ? ഇത് 9ൻ്റെ ഗുണിതമല്ല കേട്ടോ. അതുപോലെ ഇതും കൂട്ടി നോക്കുക. 9 പ്ലസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 9 പ്ലസ് 5 പ്ലസ് 4, 9 5 4 കൂട്ടുമ്പോൾ 18 ആണ്. 18 എന്ന് പറയുന്നത് 9ൻ്റെ ടേബിളിൽ വരും. കാരണം എന്താ? റിമൈൻഡർ 0 ആണ് വന്നേക്കുന്നത്. 3ൻ്റെ ടേബിളിലും വരുന്നുണ്ട്, റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ, എസ് ആണോ, 9 ആണോ 3യുടെ ആണോ എന്ന് ചോദിച്ചേക്കോ, 2 ആണ് കേട്ടോ. അതുപോലെ 582, 5 പ്ലസ് 8 പ്ലസ് 2 15. 15 എന്ന് പറയുന്നത് 9ൻ്റെ ടേബിളിൽ വരത്തില്ല. ശിഷ്ടം 6 വന്നു. അപ്പോൾ 9ൻ്റെ ടേബിളിൽ വരത്തില്ല. പക്ഷേ 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം 9ൻ്റെ ടേബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 3ൻ്റെ ടേബിളിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. അടുത്ത 4808 അല്ലേ. അപ്പം 4 പ്ലസ് 8 പ്ലസ് 0 പ്ലസ് 8 അല്ലേ, എന്നിട്ടോ കൂട്ടുമ്പോൾ 20 ആണ്. 20 എന്ന് പറയുന്നത് 9ൻ്റെ ടേബിളിൽ വരുമോ? ഇല്ല. ശിഷ്ടം 2 വന്നു. ശിഷ്ടം 2 വന്നു. 3ൻ്റെ ടേബിളിൽ വരുമ്പോഴും ശിഷ്ടം അല്ലെ റിമൈൻഡർ 2 വന്നു. അപ്പോൾ 2 എന്താണ്? 9ൻ്റെയും 3ൻ്റെയും ടേബിളിൽ വരത്തില്ല. ഇതാണ് നമ്മൾ 1ാമത്തെ എക്സസൈസ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ 2ാമത്തെ കേട്ടോ പാർട്ട് 4 ആണ്. ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? 2 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മലയാളം വായിച്ചിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിലേ, എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ, മലയാളം ഉണ്ടല്ലേ, ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം വായിച്ചിട്ട് എന്തായാലും അർത്ഥം താഴെ ഉണ്ടോ നിങ്ങൾ? ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഓഫ് എ 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ, ഒന്നുകൂടെ നോക്കണേ, ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഓഫ് എ 4 ഡിജിറ്റ് നമ്പർ കേട്ടോ. ചോദ്യം നല്ലപോലെ നോക്കണം. വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9, വിച്ച് ഈസ് എ the first 3 digit of a 4 digit number which is a multiple of 9 are 257. വാട്ട് ഈസ് ദ നമ്പർ അല്ലേ. 9ൻ്റെ ഗുണിതമായ ഒരു 4 അക്ക സംഖ്യയുടെ ആദ്യത്തെ 3 അക്കങ്ങൾ 2, 5, 7 ഇവയാണ്. എന്നാൽ സംഖ്യ ഏത്? എന്താ കുഞ്ഞുങ്ങളെ? 9ൻ്റെ ഗുണിതം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. 1 9 9, 2 9 18, 3 9 27, 4 9 36 ഇങ്ങനെ പോകുന്നതാണ് 9ൻ്റെ ഗുണിതങ്ങൾ അല്ലേ. അതിനകത്തിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാ? 2 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരെണ്ണം തന്നിട്ടില്ല കേട്ടോ. 4 അക്ക സംഖ്യയാണ് നമ്മളോട് പറഞ്ഞത്. ഇത് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്ന ആ രീതിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ 9ൻ്റെ ഗുണിതം എന്ന് വെച്ചാൽ ഇതാ അല്ലേ, അതറിയാമല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഏതാ? 2 5 7, 2 5 7. പക്ഷേ ഇവിടെ 4ാമതൊരു സംഖ്യയും കൂടെ ഉണ്ടെന്നാവും നിങ്ങളെ പറയുന്നത്. ഇവിടെ ഒരു സംഖ്യ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം കൂടെ കൂട്ടിയേ 2 + 5 + 7 അല്ലേ. ഇവിടെ ഏതാണെന്ന് നമുക്കറിയത്തില്ല. 5ഉം 2ഉം 7, 7ഉം 7ഉം 14 ആണ് നമുക്ക് കിട്ടി. മനസ്സിലാക്കണേ, 2 + 5 + 7 എന്ന് പറയുന്നത് 14 എന്നാണെന്ന് നമുക്ക് കിട്ടി ഇല്ലേ. പക്ഷെ നോക്കി, ഇതിനകത്ത് 9 18 27 30 എന്തായാലും 9 അല്ല അല്ലേ. കാരണം എന്താ, ഇവിടെ 14 വരെയായി. അപ്പോൾ പിന്നെ അടുത്ത ഏതാവും നിങ്ങളെ? ഇവിടെ
18 അല്ലേ, 18 ആക്കരുതോ? എത്രയും കൂടെ കൊടുത്താൽ മതി? 14ൻ്റെ കൂടെ 4 കൂടെ കൊടുത്തപ്പോൾ നമുക്ക് 9ൻ്റെ ടേബിള് കിട്ടി. മനസ്സിലായോ നിങ്ങളെ? ഇവിടെ എങ്ങനെ ഈ 4 വന്നത്? 2ഉം 5ഉം 7, 7ഉം 7ഉം 14 വരെ നമുക്കായി. ഒന്നുകിൽ 9 ആവണം, അല്ലെ 18 അല്ലെങ്കിൽ 20. ഇതല്ലേ 9ൻ്റെ ടേബിള്. അപ്പോൾ ഇവിടെ 14 കിട്ടി. അപ്പോൾ എന്തായാലും 9 ആയിരിക്കത്തില്ലല്ലോ, കാരണം 9നെക്കാട്ടി കൂടുതൽ ഇവിടെ കിട്ടി. അപ്പോൾ പിന്നെ അടുത്ത സംഖ്യ ഏതാ? 18 ആക്കാം. 18 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 14ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോൾ 18. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 4 കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഇതിനെ വേറൊരു രീതി ചെയ്യാം. എന്താണെന്ന് അറിയാം? അതിന് എക്സ് എന്നുള്ള വില കൊടുത്തിട്ട് മനസ്സിലാക്കണമെന്ന് ഒന്നുകൂടെ വേണേൽ പറഞ്ഞുതരാം. എന്നുണ്ടേ, അതായത് നമ്മളിപ്പോൾ ചെയ്ത 257 അല്ലേ? 257 നമ്മുടെ ചോദ്യം അല്ലേ? അപ്പം 2 അല്ലേ 257. ഇവിടെ ഏതോ ഒരു സംഖ്യ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതിന് എക്സ് എന്ന പേര് കൊടുത്തു. എന്താ പേര് കൊടുത്തു? എക്സ്. അപ്പം 2 + 5 + 7 + എക്സ് ഇല്ലയോ? ഇങ്ങനെ വേണേൽ ചെയ്തുകൂടായോ? കാരണം ഇവിടെ ഏതോ ഒരെണ്ണം ഉണ്ട്, അതേതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നോക്കി, ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു നിങ്ങളെ? 14 വന്നു അല്ലേ? 14 + എക്സ്, 14 + എക്സ് ഇല്ലയോ? 14ൻ്റെ കൂടെ എക്സ് കൂടെ കൂട്ടിയപ്പോൾ നമുക്കറിയാം 9ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 14 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന ഏതാ? 18 ആണ് അല്ലേ? 14, 9, 1 9 9 2 9, 9ൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത് കേട്ടോ. അപ്പോൾ 9 എന്തായാലും വരത്തില്ല. അപ്പോൾ അടുത്തത് 18 ആണ്. അപ്പോൾ ഈ 18 നോക്കി, അപ്പം 14 + എക്സ് = 18. അപ്പോൾ എക്സ് = എന്ത് ചെയ്യണം? ഈക്വൽ കഴിഞ്ഞിട്ടുള്ളത് ഫസ്റ്റിൽ എഴുതുക. ഇനി ഇവിടെ ആരെ എഴുതാനുണ്ട്? ഈ 14 ഉണ്ട്. ഇത് ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നത്, ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? -14 വരും. 18ൽ നിന്ന് 14 പോയാൽ 4 ആണ് ആൻസർ. എങ്ങനെ വേണമെന്ന് ചെയ്യാം. എനിക്കൊന്ന് നിങ്ങൾ 6-ലായുള്ളൂ നിങ്ങളെ. അപ്പം ഇത് ഇത്രയും ബീജഗണിത രൂപം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആൽജിബ്ര ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുമെന്നാണ് ഇത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ എഴുതിയ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അങ്ങനെ. ഈ 18 വന്ന എങ്ങനെയാണെന്ന് സംശയം വല്ലതും ഉണ്ടോ? കാരണം എന്താ? 9ൻ്റെ ടേബിൾ എടുക്കാൻ പറഞ്ഞു. 9 ആണ് നമ്മൾ ഫസ്റ്റിൽ. 9 ഇവിടെ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 14 ഇവിടെ ഓൾറെഡി ആയി. 14 ആയി. അപ്പോൾ പിന്നെ തൊട്ടടുത്തത് ഏതാണ്? 18 വേണം. അപ്പോൾ 14ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 18? 4. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൻസർ എത്ര? 4. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അടുത്ത ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴത്തെ നോക്കിയേ. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും 2 സംഖ്യകളെയും 9 കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നത്. എന്തുകൊണ്ട്? നോക്കണേ നിങ്ങളെ അത് കേട്ടോ. അത് നോക്കി, അതൊരു ചോദ്യം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും 2 സംഖ്യകളെയും 9 കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നത്. എന്തുകൊണ്ട്? എനി നമ്പർ ആൻഡ് the number got by changing the order of its digit in any way both leaves the same remainder on divisions by 9 y എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയായിരിക്കും? അതായത് ഏത് സംഖ്യ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാവുന്നില്ല, ഏതെടുത്താലും മതി. നോക്കി, ഞാനിപ്പം 3 + 4 + 5 എന്ന് പറയാം. ഏതെങ്കിലും 3 സംഖ്യ എടുത്തു. ഏതെങ്കിലും 2 ആയാലും മതി. നമ്മളോടിവിടെ ഒരു സംഖ്യ, ഏത് സംഖ്യയാണ്? ഏതെങ്കിലും സംഖ്യയുടെ ക്രമമാണ് അവിടുത്തേക്ക്. നോക്കിയേ, 3 4 5 ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര ആവും നിങ്ങളെ? 12 അല്ലേ കിട്ടിയത്? മനസ്സിലായോ? അതായത് 345നെ ഞാൻ ചെയ്തപ്പോൾ 12 കിട്ടി. ഈ സംഖ്യയെ തന്നെ ക്രമം, ഇത് 3 4 5 അല്ലേ? ഇതിൻ്റെ ക്രമം മാറ്റി ഞാൻ ഇപ്പം 4 3 5 എന്ന് ഞാൻ ഇടുക. മനസ്സിലാക്കണേ. 3 4 5 എന്നുള്ളതിനെ എനിക്ക് കിട്ടിയ ആൻസർ 12 ആണ്. ഞാൻ 4 3 5 എന്ന് എഴുതിയാലും എന്താവും നിങ്ങളെ? 4 + 3 + 5. അന്നേരം എത്ര കിട്ടുന്നത്? 12 അല്ലേ കിട്ടുന്നത്? ഇല്ലയോ? ആണോ നിങ്ങളെ? 12 അല്ലേ? ഇനി ഞാൻ അതിനെ എന്താ? 5 + 3 + 4 ഇതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിക്കാം. അങ്ങനെ എഴുതിയാലും ഇതിൻ്റെ സം എന്താ വരുന്നത്? കൂട്ടുമ്പം തുക എത്ര ആവും നിങ്ങളെ? 1 തന്നെ അല്ലേ വരുന്നത്? ഇതിനെ ഇപ്പം നമ്മൾ അപ്പുറത്തിട്ടാലും ഇപ്പുറത്തിട്ടാലും എവിടെ ഇട്ട് മാറ്റി തിരിച്ചിട്ടാലും നമുക്ക് സം എന്താ വരുന്നത്? 12 വരുന്നത് അല്ലേ? എല്ലായിടവും 12 വരുന്നത്. ആ കിട്ടിയതിനെ നമ്മൾ ഇപ്പം 12 അല്ലേ കിട്ടിയത്? ആ 12നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 1 9 9 അല്ലേ? 9ൽ നിന്ന് എത്ര വേണം 12 വരാൻ? 10 11 12 അല്ലേ? 3 അല്ലേ വന്നത് അല്ലേ? നോക്കിയേ, ഇനി ഇതിനെ എത്ര നമ്മൾ തിരിച്ചും മറിച്ചും വിട്ടാലും 12 ആണ് വരുന്നത്. ഈ 12നെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം നമുക്ക് 3 വരുന്നത്. അതാണ് ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം എന്നുദ്ദേശിച്ചത്. ഇതാണ് കേട്ടോ. ഏതെങ്കിലും സംഖ്യകൾ എടുത്തിട്ട് ഇപ്പം ഞാൻ വേറെ ഇപ്പം 45 എന്ന് വെച്ചോ.
45 അല്ലേ? എന്തോ ചെയ്യും? 4 + 5 അല്ലേ? 5 4 9 അല്ലേ? ഇതിനെ ഞാൻ തിരിച്ചിട്ട് 5 + 4 എന്ന് പറഞ്ഞാലും 9 തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ? ഈ 9നെ 9 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തേ. 9നെ 9 കൊണ്ട് ചെയ്താൽ ഒരു 9 9, ശിഷ്ടം 0. ഇനി ഇത് 9 അല്ലേ? അങ്ങനെ നമ്മൾ ഏതൊരു സംഖ്യ അതിൻ്റെ ക്രമം തിരിച്ചിട്ടും മറിച്ചിട്ടും ചെയ്താൽ ഒരേ റിമൈൻഡർ ആയിരിക്കും. അതാണ് ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം എന്നുദ്ദേശിക്കുന്നത്. ഇതാ കേട്ടോ. തിരിച്ചും മറിച്ചാണ് ഇങ്ങനെ. 345നെ നമുക്ക് മാറ്റി 4 5 6 എഴുതാം, 5 4 3 എഴുതാം അല്ലേ? മാറ്റിയാലും രണ്ട് സംഖ്യകളെയും 9, നമ്മളിപ്പോൾ ഇവിടെ ഇത് 2 എടുത്തേ, ഈ 2 എടുത്തേ, ഈ 2 സംഖ്യകളെയും കേട്ടോ, അതാ 2 സംഖ്യകളെയും 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒരേ ശിഷ്ടമാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാവും നിങ്ങളെ? അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എന്തുകൊണ്ടാണ്? ഇവിടെ സംഖ്യ നമ്മൾ ഏതെടുത്താലും അല്ലേ, ഏത് സംഖ്യ എടുത്താലും അല്ലെ, ഏത് സംഖ്യ ആയാലും സംഖ്യ ഏതോ ആയിക്കോട്ടെ, അവിടെ അക്കങ്ങളുടെ തുകയാണ്. നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അക്കങ്ങളുടെ, കേട്ടോ, ഈ അക്കങ്ങളുടെ തുകയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? തുക മാറാത്തത് കൊണ്ട്, തുക മാറുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചത് കൊണ്ട് എഴുതിയതായത് കേട്ടോ. മാറാത്തത് കൊണ്ട് നമ്മൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ശിഷ്ടത്തിന് മാറ്റം വരുന്നില്ല. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ശിഷ്ടത്തിന് മാറ്റം വരുന്നില്ല. അത്രയും മാത്രം എഴുതിയാൽ. നിങ്ങൾ 6ാം ക്ലാസ് അല്ലേ, എന്തിനാ കൂടുതൽ വിശദീകരണം? ഏത് സംഖ്യ ആയാലും കുഞ്ഞുങ്ങൾ ഇവിടെ നോക്കി. ഇപ്പം ഇതിപ്പോൾ 45 എടുത്തു അല്ലേ? തിരിച്ചും മറിച്ചു ഏത് സംഖ്യ ആയാലും ഈ അക്കങ്ങളുടെ തുക നോക്കണം. നോക്കിയേ, 3 4 5 അല്ലെ 4 3 5, ഏത് സംഖ്യ അക്കങ്ങളുടെ തുക മാറാത്ത എന്തെങ്കിലും തുക അതിൻ്റെ കൂട്ടുമ്പോൾ വരുന്നുണ്ടോ? അക്കങ്ങളുടെ തുക ഇല്ലേ, അക്കങ്ങളുടെ തുക ഏത് സംഖ്യ ആയാലും അതിൻ്റെ തുക മാറാത്തത് കൊണ്ട് നമ്മൾ 9 കൊണ്ട് അതിനെ ഹരിച്ചേ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും 12 അല്ലേ വന്നത്, അതിനെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടത്തിന് അവിടെ മാറ്റമേ വരുന്നില്ല അല്ലേ? എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അതായത് ഇവിടെ ഇങ്ങനെ എഴുതി ഈ ഒരൊറ്റ വാക്ക് മതിയൊന്ന്. ഡിജിറ്റുകളുടെ ഡിജിറ്റൽ സം ആൾവേസ് എപ്പോഴും സെയിം ആയിരിക്കും ഇൻ എനി ഓർഡറിൽ. ഒറ്റ വരി എഴുതിയാൽ മതി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് സംഭവം പിടികിട്ടി എന്നുള്ളതാണ്. മനസ്സിലാക്കണേ കേട്ടോ. മനസ്സിലായാൽ മതി. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പരീക്ഷയ്ക്ക് പോയിട്ട് വന്ന് നമ്മൾ ഈ പഠിച്ചതൊന്നും അല്ലല്ലോ ചോദിക്കുന്നതെന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചു. നമ്മൾ ഈ പഠിച്ചിട്ട് പോകുന്ന ഒന്നും അല്ലല്ലോ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ ചില കണക്കുകൾ കാണാതൊക്കെ അങ്ങ് പഠിച്ചിട്ട് പോവുക. മനസ്സിലാക്കി പോകണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഇവിടെ ഒരു സംഖ്യയിൽ ഇപ്പോൾ ഏതോ സംഖ്യ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഇത് തന്നെയാണ് അപ്പുറത്ത് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം. ഈ അക്കങ്ങളുടെ ക്രമം എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചിങ് എനി നമ്പർ, ദ നമ്പർ ഗോ ടു ബൈ ചേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ്. കേട്ടോ, ക്രമം എങ്ങനെ മാറ്റിയാലും 2 സംഖ്യകളെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം 3 6 8 എന്ന് പറയുന്ന ഒരു സംഖ്യ അല്ലേ? നമ്മൾ അതിനെ നോക്കിക്കേ. തിരിച്ച് 3 6 8 എന്ന് വെച്ചാൽ എത്ര? 6 3 9, 9 8 17 വരുന്നത് അല്ലേ? ഇല്ലയോ? ഇനി ഞാൻ എന്നെ 6 3 8 എന്നാക്കിയാലും കൂട്ടുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 6 3 9, 9 8 17 തന്നെ. ഇനി ഞാൻ അതിനെ തിരിച്ച് 8 3 6 എങ്ങനെ എഴുതിയാലും കുഞ്ഞുങ്ങളെ നോക്കിക്കേ. നമ്മൾ എങ്ങനെ അതിനെ തിരിച്ചും മറിച്ചും എഴുതിയാലും തുക എത്ര ആയിരിക്കും? 17 തന്നെ ആയിരിക്കും. അതൊന്നും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കൂട്ടുമ്പോൾ ഇത് തന്നെ. ഇനി ഇതിനെ ഞാനിപ്പം 8 വെച്ച് ഡിവൈഡ് ചെയ്തെന്ന് വെച്ചോ അല്ലേ? ഓക്കെ, 17നെ ഇത് ഈ കിട്ടിയതെല്ലാം ഒരേ ആൻസർ അല്ലേ? 17 അല്ലേ? അപ്പോൾ ഇതിനെ നമ്മളിവിടെ പറഞ്ഞ 9 വെച്ച് ചെയ്യാനാണ്. ഇതിനെല്ലാം ഒരേ ശിഷ്ടമായിരിക്കും വരുന്നത്. കാരണം ഒരേ ആൻസറാ, ഒരേ തുകയല്ലേ കിട്ടിയത്. തുക ഒന്നല്ലേ? നോക്കി, എല്ലായിടവും 17 അല്ലേ വന്നേ കേട്ടോ. അപ്പം ഏത് സംഖ്യ ആയാലും ഈ അക്കങ്ങളുടെ തുക നോക്കി 17 തന്നെ അല്ലേ? അത് മാറാത്തത് കൊണ്ട് 9 കണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടത്തിന് അവിടെ മാറ്റം വരുന്നില്ല. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമുക്ക് അടുത്ത ചെയ്യാം. അതിൻ്റെ തന്നെ തൊട്ടു താഴെ അത് മൂന്നാമത്തെ 2 ചോദ്യം കൊടുത്തേക്കുന്നത് നോക്കി. ഇഫ് വി ചേഞ്ച് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഇൻ എനി വേ വിൽ എഗെയിൻ ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 9 വൈ. മനസ്സിലായോ? അതായത് 9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ
9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും, അത് നോക്കണേ നിങ്ങൾ, എങ്ങനെ മാറ്റിയാലും കിട്ടുന്ന സംഖ്യയും 9ൻ്റെ ഗുണിതം തന്നെ ആയിരിക്കുമോ? എന്തുകൊണ്ട്? 9ൻ്റെ ഗുണിതമായ ഈ 9ൻ്റെ ഗുണിതം എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ നോക്കിയാൽ 1 9 9, 2 9 18, 3 9 27, 4 9 36, 5 9 45, 6 9 54, 7 9 63, 8 9 72, 19 90 അല്ലേ? ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? കോമ ഇടണേ അല്ലേ? ഒറ്റ അടിക്കുക അങ്ങ് എഴുതി വെക്കും ചിലപ്പോൾ. കണ്ടോ, ഇവിടെ നോക്കിയേ 9 അല്ലേ? 1ഉം 8ഉം എത്ര നിങ്ങളെ? 1 + 8 എത്ര? 9. 2 + 7 നോക്കിയേ 9. 3 + 6 നോക്കിയേ 9. 4 + 5 നോക്കിയേ 9. 5ഉം 4ഉം 9. 6ഉം 3ഉം 9. 7ഉം 2ഉം 9. 9 + 0 9 കേട്ടോ. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ടാലും നോക്കിയേ, തിരിച്ചിട്ട് നോക്കിയേ 8 ഇപ്പം ഇങ്ങനെ കൂട്ടിയാലും, അതായത് 1 + 8 എന്ന് കൂട്ടിയാലും എന്താ? 9. 8 + 1 കൂട്ടിയാലും എന്താ? 9. മനസ്സിലായോ? അതുപോലെ തന്നെ 2 + 7 എന്ന് കൂട്ടിയാലും 9. ഇതിനെ തിരിച്ചിട്ട് 7 + 2 എന്ന് കൂട്ടിയാലും 9. മനസ്സിലായോ? അതാണ് ഈ 9ൻ്റെ പ്രത്യേകത. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഇത് 9ൻ്റെ ടേബിളാവും നിങ്ങളെ. കണ്ടോ, ഇത് 9ൻ്റെ ഗുണിതമാണ് അല്ലേ? 9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യ, അതിൻ്റെ ക്രമം ഞാനിവിടെ കണ്ടേ, ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത് ഇല്ലേ? ഇപ്പോൾ 63 എന്ന് നമ്മൾ എടുത്തു അല്ലേ? 63 എന്ന സംഖ്യയെ നമ്മൾ എഴുതുന്നത് 6 + 3 അല്ലേ? 6 + 3 എന്ന് വെച്ചാൽ എത്ര? 9. ഇനി അതിൻ്റെ ക്രമം മാറ്റി നമ്മളൊന്ന് കൊടുക്കാൻ, ചേഞ്ച് ചെയ്യാൻ. എങ്ങനെയാ? 3 + 6 എത്ര? 9. അതായത് അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും കിട്ടുന്ന സംഖ്യയും 9ൻ്റെ ഗുണിതം തന്നെ ആയിരിക്കുമോ എന്നാണ് നമ്മളോട് ചോദിച്ചേ. ആണ് അല്ലേ? 9ൻ്റെ ഗുണിതം തന്നെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നോക്കിയേ, നിങ്ങൾ തന്നെ നോക്കിയേ, 9ൻ്റെ ഗുണിതമല്ലേ ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ മനസ്സിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അതായത് 9ൻ്റെ ഗുണിതമായ ഇതെല്ലാം 9ൻ്റെ ഗുണിതമാവും നിങ്ങളെ. ഇതിനകത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ, എന്നിട്ട് അതിൻ്റെ അടിപ്പറ ഞാൻ എടുത്ത 63 അതിൻ്റെ ക്രമം ഒന്ന് മാറ്റി നോക്കിയേ എന്നാ പറയുന്നത്. അതായത് ചേഞ്ച് ചെയ്യാൻ. 63 എന്നുള്ളത് 6 + 3 അല്ലേ? പിന്നെ അതിനെ തിരിച്ചിടുമ്പോൾ 3 + 6 2 9 തന്നെ അല്ലേ വന്നിരിക്കുന്നത് ഇല്ലയോ? ഇനി നമ്മളിത് വേറെ രീതിയിൽ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? 63നെ എങ്ങനെ എഴുതുമെന്ന്? എങ്ങനെ എഴുതാം? 9 ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡിജിറ്റ് എഴുതുക 6 ഇല്ലേ? ഓർമ്മയുണ്ടോ? പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുക, എത്ര? 6 3 അല്ലേ? 6 + 3. അപ്പം നോക്കിയേ, 9 × 6 എത്ര? 54 പ്ലസ് ഇവിടെ എത്ര? 6 3 9. അതായത് ശിഷ്ടം എത്ര വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ശിഷ്ടം, ഇതാണ് ശിഷ്ടം. അതായത് ഇവിടെ ശിഷ്ടം വരുന്നതും എന്താ? ഇവിടെ 54 തന്നെ കാണിക്കല്ലേ നിങ്ങൾ, ഇവിടെ ഇങ്ങനെ തന്നെ എഴുതണം. 9 × 6 പ്ലസ് 6 3 9. ഇതാണ് ലാസ്റ്റിൽ വരുന്ന ശിഷ്ടമാണ്. നമ്മളത് 1 2 പാർട്ടിലൊക്കെ അത് പഠിച്ചതാണ്. 2 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് ഓർമ്മയുണ്ടോ? അതായത് നോക്കിക്കേ, എങ്ങനെ വന്നാലും 9ൻ്റെ ടേബിൾ വരും. മനസ്സിലായോ? അപ്പം നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ എഴുതിയാൽ മതി. എങ്ങനെ എഴുതും? മുമ്പ് നമ്മൾ എഴുതിയതുപോലെ തന്നെ. മുമ്പ് എങ്ങനെ എഴുതിയത്? ഇവിടെ ഏതാ സംഖ്യ? അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ഏതാ? 9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ കേട്ടോ. 9ൻ്റെ നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് നിങ്ങൾ. ഓക്കെ, 9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്രമം. ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ആ ടെസ്റ്റിലെ ചോദ്യമാവും നിങ്ങൾ കേട്ടോ. അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റി എഴുതിയാലും, നമ്മുടെ ചോദ്യം കേട്ടോ, എങ്ങനെ മാറ്റിയാലും എന്താ? കിട്ടുന്ന സംഖ്യയും എന്താന്നാ പറഞ്ഞത്? 9ൻ്റെ ഗുണിതം തന്നെയായിരിക്കും. 9ൻ്റെ ഗുണിതം തന്നെയായിരിക്കും. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലായോ? എന്താ വെച്ചാൽ എന്താ ഇതിൻ്റെ ക്രമം മാറ്റിയാലും ക്രമം നമ്മൾ മാറ്റിയാലും തുക എന്താവും നിങ്ങളെ? തുക എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും അല്ലേ? തുക മാറുന്നതേ ഇല്ല അല്ലേ? ഡിജിറ്റൽ സമ്മ് മുമ്പ് എഴുതിയാൽ തന്നെ എഴുതി മതി. ഈസ് ആൾസോ എപ്പോഴും എന്തായിരിക്കും? എ മൾട്ടിപ്പിൾ ഓഫ്
9 തന്നെ ആയിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 9 തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എന്താ? കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കാരണം എന്താ നിങ്ങളെ ഇത് തന്നെ അല്ലേ? എന്താ ഇതിൻ്റെ ക്രമം മാറ്റിയാലും അല്ലേ, ക്രമം നമ്മളോട് പറഞ്ഞതാ, ക്രമം മാറ്റിയാലും എന്ത് തന്നെ ആവും നിങ്ങളിവിടെ തുക മാറുന്നില്ല. നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നല്ല കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ എന്തുകൊണ്ട് എന്ന റീസണ് ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അതുപോലെ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. എന്തുകൊണ്ടാണ് നമുക്ക് എന്താ അത് മനസ്സിലായത് അതാ എഴുതേണ്ടത്. നമുക്ക് എന്താ അത് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത് എന്നുള്ളതാണ് ഇവിടെ റീസൺ എഴുതേണ്ടത് കേട്ടോ. അല്ലാതെ ഒരാൾ അങ്ങനെ എഴുതിയോണ്ട് അങ്ങനെ ഇങ്ങനെ എഴുതിയോണ്ട് അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. നമ്മളിവിടെ നോക്കിയേ 9ൻ്റെ ടേബിളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ എഴുതിയപ്പോഴും എന്താ വന്നത്? 9 തന്നെ വന്നേക്കുന്നത്. നോക്കിയേ, ക്രമം തെറ്റിച്ചെഴുതി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി എങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്താ നിങ്ങളിവിടെ അത് 9 ആവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ 9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും കിട്ടുന്ന സംഖ്യയും 9ൻ്റെ ഗുണിതം തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ ആണോ? ക്രമം മാറ്റിയാലും ഈ തുകയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലാക്കി പഠിച്ചു പോണേ, ചുമ്മാതെ എഴുതി വെക്കല്ലേ കേട്ടോ. അടുത്ത അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ നോക്കിയേ, 3 അല്ല, ടെസ്റ്റിലെ 4ാമത്തെ അല്ലേ, ടെസ്റ്റിലെ 4ാമത്തെ. ഞാൻ ഈ മലയാളം ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുമല്ലോ. സപ്പോസ് വി ടേക്ക് all 5 digit numbers made using the digit 1, 2, 3, 4, 5 without a repetitions അല്ലേ, repetitions in which them are multiple of 3. അതായത് നമ്മൾ 1, 2, 3, 4, 5 അല്ലേ എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാകുന്ന 5 അക്ക സംഖ്യകൾ. ഇതിപ്പോൾ നോക്കി, 5 അക്ക സംഖ്യകൾ എല്ലാം എടുത്താൽ 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അത് മനസ്സിലാക്കി വേണേ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ എത്രയൊക്കെയാന്ന് നോക്കിയേ. ഇവിടെ എത്രയൊക്കെയാണ് നിങ്ങൾ നമ്മളോട് പറഞ്ഞേ? ഇതാ ഏതൊക്കെയാ? 1, 2, 3, 4 അല്ലേ, അങ്ങനെയല്ലേ വന്നേക്കുന്നത്. 5 ഇതാണ് നമ്മുടെ ചോദ്യം. 1, 2, 3, 4, 5 എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് വാരി വലിച്ചൊന്നും ചിന്തിക്കേണ്ടാവും നിങ്ങൾ എത്രയാ തന്നേക്കുന്നത് നിങ്ങൾ നോക്കുക. നോക്കിയേ, 1 അധികം 2 അധികം 3 അധികം 4 അധികം 5 കേട്ടോ. നോക്കിക്കേ ഇത് എത്രയാന്ന്? 1, 2, 3 3 3 6 6 4 10 10 5 15 കണ്ടോ. ഇതിൻ്റെ ആൻസർ എത്ര? 15. ഇത് ആവർത്തിക്കാതെ ഉണ്ടാകുന്ന 5 അക്ക സംഖ്യകളെല്ലാം എടുത്താൽ ഇതുപോലെ തന്നെ ഇനി ആവർത്തിക്കാതെ എടുത്താൽ ഇതുപോലെ തന്നെ ആവർത്തിക്കരുത്. ഇപ്പം നമ്മൾ 1, 2, 3, 4 എന്നല്ലേ എഴുതിയത്. ഇനി നമ്മൾ എന്തോ എഴുതും? 2 അധികം 3 അധികം അല്ലേ 4 അധികം 1 അധികം 5. കാരണം എന്താ? ഈ ഓർഡർ തന്നെ ഇനി ആവർത്തിക്കരുത് എന്ന്. അപ്പം നോക്കിയേ, അപ്പോഴും നമുക്കറിയാം ഈ സംഖ്യയിൽ തന്നെയല്ലേ എത്ര വരുന്നത്? 15 വരുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കിയാൽ 5 അധികം 3 അധികം 4 അധികം 2 അധികം 1 അപ്പോഴും എന്താവും നിങ്ങൾ വരുന്നത്? ഇവിടെ 15 തന്നെ. കാരണം എന്താ? ഈ തന്നിരിക്കുന്ന നമ്പറുകൾ മാത്രം ഇതല്ലേ ഈ സംഖ്യകളെ കൂട്ടി വെച്ചിരിക്കുമല്ലേ നമ്മളിത്. അതിന് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും എവിടെ ആയാലും സംഭവം ഇതിനകത്തിലില്ലേ? നോക്കിയേ, 1, 2, 3, 4, 5 ഇതിനകത്തിലില്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്ര വരുന്നത് നോക്കിയേ? 15 അല്ലേ. മനസ്സിലായോ? 15 മനസ്സിലായോ? 15 വന്ന എങ്ങനെയാന്ന് മനസ്സിലായോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ അവർ നമ്മളോട് ചോദിച്ചേ 3ൻ്റെ ഗുണിതങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? 15 3ൻ്റെ ടേബിളിൽ വരുമോ? ഒന്നാമത്തെ ചോദ്യം എന്താ നമ്മളോട് ചോദിച്ചേ? വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾ ഓഫ് 3? 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3ൻ്റെ ഗുണിതങ്ങൾ അല്ലേ ഏതൊക്കെയാണെന്നാ ചോദിച്ചേ. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളിവിടെ നോക്കിയേ, ഏത് സംഖ്യ തിരിച്ചും മറിച്ചും എടുത്താലും 3ൻ്റെ ഗുണിതമല്ലേ? ഏതാ? 15 വന്നത് അല്ലേ. 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര വരുന്നത്? എത്ര വരുന്നത്? 5 അല്ലേ. 3ൻ്റെ ഗുണിതം ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 15/3 5 3 15 അപ്പോൾ എന്താ? 3ൻ്റെ ഗുണിതമാണ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കി, ഇനി നമ്മൾ എത്ര ചെയ്താലും ഈ 15 വരുന്നത്. 15 3ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഏതെടുത്താലും എന്താണ്? 3ൻ്റെ ഗുണിതമാണത് അല്ലേ. അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഇത് 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ എന്ത് ചെയ്ത് നോക്കിയാൽ മതിയോ നിങ്ങളെ?
3ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ ആ സംഖ്യകളുടെ അല്ലേ 3ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ അല്ലേ സംഖ്യകളുടെ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. സംഖ്യകളുടെ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി കേട്ടോ. കേട്ടോ 3ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ സംഖ്യകളുടെ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ 15 വന്ന്. അപ്പോൾ എന്താണ്? അത് 3ൻ്റെ ഗുണിതമാണ് കേട്ടോ. മനസ്സിലായോ? ഇവിടെ 15 എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ 15 അല്ലേ വന്നേ? ഇവിടെ 15 എന്നത് എന്താ? 3ൻ്റെ മനസ്സിലായ രീതിയിൽ എഴുതിയാൽ മതി. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3ൻ്റെ ഗുണിതമാണ്. ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ൻ്റെ ഗുണിതമാണ് കേട്ടോ. മനസ്സിലായോ? കൂട്ടിക്കിട്ട് 9ൻ്റെ ഇതെന്താ? പിന്നെ നമ്മളോട് അടുത്ത ചോദ്യം, അതിൻ്റെ തന്നെ തൊട്ട് താഴെ അടുത്ത ചോദ്യം എന്താവും നിങ്ങളെ നോക്കിക്കേ. ടെസ്റ്റിലെ അടുത്ത ചോദ്യം 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ? രണ്ടാമത്തെ ചോദ്യം 9ൻ്റെ കേട്ടോ. അതിൻ്റെ തന്നെ രണ്ടാമത്തെ 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ ഇതിൽ ഉണ്ടാവും നിങ്ങൾ. കാരണം എന്താ? 15 ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 9ൻ്റെ ഗുണിതങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇവിടെ 9ൻ്റെ ഗുണിതങ്ങൾ ഇല്ല. ഉണ്ടോ? ഇല്ല. ഇവിടെ 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ 9ൻ്റെ ഗുണിതങ്ങൾ ഇല്ല. ഉണ്ടോ? കാരണം എന്താ? 15 അല്ലേ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. 9ൻ്റെ ടേബിളിൽ 15 ഉണ്ടോ? നമ്മൾ നേരത്തെ എഴുതിയ 9ൻ്റെ ടേബിളിൽ 15 ഉണ്ടോ? 9 9 2 9 18 വന്നത്. അപ്പോൾ എന്താ? 9ൻ്റെ ഗുണിതങ്ങൾ ഇല്ല എന്ന് മാത്രം കൊടുത്താൽ മതി. മൂന്നാമത്തത് വാട്ട് ഈസ് ദ റിമൈൻഡർ അല്ലേ? ചോദ്യം നിങ്ങളുടെ കയ്യിലുണ്ടോ കുഞ്ഞുങ്ങളെ? മൂന്നാമത്തെ ഞാൻ പാർട്ട് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയില്ല. എന്താണ്ടേ? വിച്ച് ഓഫ് ദ മൾട്ടിപ്പിൾ ഓഫ് 3? ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? യെസ് ആണ് കേട്ടോ. റീസൺ ചോദിച്ചിട്ടില്ല. ആണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. അതെ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം എന്താ? 15 വന്നത്. 15 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾ ഓഫ് 9? 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അല്ല കേട്ടോ. നോ അല്ല. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഓഫ് എനി ദീസ് നമ്പർ ബൈ 9? 9 അതായത് ഇവയിൽ ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? നോക്കൂ നിങ്ങളെ, അവിടെ ചോദ്യം അത് എഴുതണേ. മൂന്നാമത്തെ ചോദ്യം അത് എഴുതണേ നിങ്ങൾ കേട്ടോ. എന്താണ്? ഇവിടെ ഏത് സംഖ്യയും 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര ആണെന്ന്. ഇവിടെ നമുക്ക് 15 കിട്ടിയത് അല്ലേ? ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 15 കിട്ടിയത്. അപ്പം ശിഷ്ടം അല്ലെങ്കിൽ എന്താ? റിമൈൻഡർ അല്ലേ ചോദിച്ചേക്കുന്നത്? എന്താ? റിമൈൻഡർ എത്ര ചോദിച്ചേക്കുന്നത്? റിമൈൻഡർ ഓർ ഡിവൈഡിങ് 9 അല്ലേ? അതായത് ഇവിടെ റിമൈൻഡർ ഏത് സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ആണെന്ന് നോക്കിയേ. 15നെ 9 കൊണ്ടൊന്ന് ഹരിച്ചേ നിങ്ങൾ. 15 എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാതെ? 15 എങ്ങനെയാണ്? നമ്മളിത് ചെയ്ത് മേളിൽ നിന്ന് വരുവാണ്. 15 വന്നത് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെയാണ്. ആ ചോദ്യത്തിൽ 3ൻ്റെ ഗുണിതമാണോ എന്ന് ചോദിക്കുവാണ്. ആണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല എന്ന് എഴുതിയാൽ മതി. കാരണം റീസൺ നമ്മളോട് ചോദിച്ചിട്ടില്ല. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. നിങ്ങൾ ആയിരിക്കും ഇതെന്തിനായിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന്. നമ്മളോട് റീസൺ ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് എഴുതിയിട്ടത്. പിന്നെ 9ൻ്റെ ഗുണിതമാണോ? 15 9ൻ്റെ ഗുണിതമാണോ? അല്ല. പിന്നെ ശിഷ്ടം അപ്പോൾ എത്ര വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 9 9 15 9 വരെ എത്ര? 10 11 12 13 14 15. ശിഷ്ടം 6 വരുന്നത്. അപ്പോൾ നമ്മളോട് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്ര വന്നതെന്ന് ചോദിച്ചിട്ടുള്ളൂ. 6 വരുന്നത്. ചോദിച്ചതിന് മാത്രം മറുപടി എഴുതി വെച്ചാൽ മതി കേട്ടോ. റീസൺ ചോദിക്കുവാണെങ്കിൽ അത് എഴുതണം. ശിഷ്ടം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 15 വന്നതിന് സംശയമില്ലേ? അതിനെ 9 കൊണ്ട് ചെയ്യുമ്പോൾ ശിഷ്ടം 6 വന്നത്. ഓക്കെ ആണോ? അത്രയും നമുക്ക് അടച്ചിരിക്കാം. അടുത്ത ചോദ്യം നോക്കിയോ നിങ്ങളെ. എമംഗ് ഓൾ ദ 10 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ആൾ ഓഫ് ദ 10 ഡിജിറ്റ് 0 1 2 3 4 അങ്ങനെ 9 വരെ ഹൗ മെനി ആർ പ്രൈംസ്? വാട്ട് ഈസ് ദ റീസൺസ്? അതായത് 0 മുതൽ 9 വരെ എഴുതണം. 0 മുതൽ 9 വരെ. ഇനി 10 അക്കങ്ങളും ഉപയോഗിച്ചുണ്ടാകുന്ന 10 അക്ക സംഖ്യകളിൽ കേട്ടോ ഉണ്ടാക്കുന്ന 10 അക്ക സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? കാരണം എഴുതാനാണ് ചോദിച്ചത് കേട്ടോ. അതായത് എത്ര മുതലാണ്? 0 1 2
3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 10 10 സംഖ്യ കണ്ടോ. 10 അല്ലാതെ നമ്മളിപ്പോൾ നോർമലി പറയുവാണെങ്കിൽ ഇതിപ്പോൾ ഈ 10 അക്കങ്ങളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ 0 മുതൽ 9 വരെ എന്നീ 10 അക്കങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന 10 അക്ക സംഖ്യകളിലാണ് എത്ര. അപ്പോൾ ഈ 10 അക്ക സംഖ്യകളിൽ നിന്നായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് എന്താ നിങ്ങൾ ഈ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്. നമുക്ക് ഇപ്പം ഇവിടെ തന്നെ എടുക്കുക 0 പോട്ടെ, 0 നെയ്തർ ഓർ നോർ ചിലപ്പോഴാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10 എന്ന് പറയുക അല്ലെങ്കിൽ 20 എന്ന് പറയുക, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് 0 വരത്തില്ലേ, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ 1 നമുക്ക് 1 കൊണ്ട് ചെയ്യാം അല്ലേ, 1 × 1 1 അല്ലേ, വേറെ 1 കൊണ്ടും അത് പറ്റത്തില്ല. ഇപ്പം 2ൻ്റെ എടുക്കുക, 2 × 1 2 ആണ്, അല്ലെങ്കിൽ 1 × 2 2 ആണ് അല്ലേ. ഈ 2നെ നമുക്ക് 1 കൊണ്ടും പിന്നെ നമ്മൾ ആ രണ്ട് കൊണ്ടും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇല്ലേ. ഇറ്റ് സെൽഫ് ആ നമ്പരും ഇപ്പോൾ 2 നമ്മൾ എടുത്തത് കൊണ്ട് ആ 2ഉം 1 കൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്താ പ്രൈം നമ്പറാണ് കേട്ടോ, ഒറ്റ വെട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 3 നോക്കിയേ, 3 × 1 3, 1 × 3 3, ഇതെല്ലാം പറ്റത്തുള്ളൂ. വേറെ ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ? അപ്പോൾ അതും എന്താണ് പ്രൈം നമ്പറാണ്. അതുപോലെ തന്നെ 4 നോക്കിയേ, 4 എന്ന് പറയുന്നത് ഇപ്പം 4 × 1 4 ആണ്. അതുപോലെ തന്നെ 2 × 2 4 ആണ്. പിന്നെ 1 × 4 4 ആണ്. നോക്കിയേ, അപ്പോൾ 1 വെച്ച് പറ്റും, 2 വെച്ച് പറ്റും, 4 വെച്ച് പറ്റും. അപ്പോൾ ഇത് പ്രൈം നമ്പറാണോ? അല്ല. 4 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. മനസ്സിലായോ? നമ്മൾ എടുക്കുന്ന സംഖ്യയും 1 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളെങ്കിലാണ് അത് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വരുവാണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ, ഭാജ്യ സംഖ്യ. ഇനി 5 എന്ന് വെച്ച് കഴിഞ്ഞാലും എന്താ, 1 × 5 അല്ലെങ്കിൽ 5 × 1 മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒരു ടേബിളിലും പറ്റത്തില്ല. അപ്പോൾ എന്താ, അത് പ്രൈമാണ്. ഇതും പ്രൈമാണ്. ഇത് പ്രൈമല്ല, കാരണം എന്താ, ഇത് 3 വട്ടം വന്നു. ഇനി 6 എന്ന് പറയുന്നതോ, 6 1 × 6 6 വരും അല്ലേ. 2 × 3 6 വരും. 6 × 3 അല്ല 6 × 2 എന്താ 3 × 2 6 വരും. 6 × 1 6 വരും കണ്ടോ. അപ്പോൾ എത്ര, ഒത്തിരി വട്ടം വന്നില്ലേ. അപ്പോൾ എന്താ, അതും കോമ്പോസിറ്റ് നമ്പറാണ്. ഇപ്പോൾ മനസ്സിലായോ, പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും എന്താണെന്ന്. അതായത് ഒന്നും നമ്മൾ ആ എടുക്കുന്ന സംഖ്യയും മാത്രമേ വരത്തുള്ളെങ്കിൽ അത് പ്രൈം നമ്പറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ അങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചത് 0 മുതൽ 9 എന്നീ 10 അക്കങ്ങളും ഉപയോഗിച്ച് എന്നീ 10, ഇത് ഓരോന്നല്ല കേട്ടോ. ഇവിടെ ഓരോന്നെടുത്ത് നമ്മളോട് ഇപ്പോൾ 2 ഒരു പ്രൈം നമ്പർ ആണോ? പ്രൈമാണ്. 1 ഒരു പ്രൈം നമ്പർ ആണോ? പ്രൈം നമ്പർ ആണ്. 3 പ്രൈം നമ്പർ ആണോ? ആണ്. 4 അല്ല, കോമ്പോസിറ്റ് ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ എടുക്കും. ഇത് പ്രൈമാണ്, ഇത് പ്രൈമാണ്, ഇതും പ്രൈമാണ്. പിന്നെ 4 കോമ്പോസിറ്റ് ആണ്, 5 പ്രൈമാണ്, 6 കോമ്പോസിറ്റ് ആണ്, 7 പ്രൈമാണ്, 8 കോമ്പോസിറ്റ് ആണ്, 9 കോമ്പോസിറ്റ് ആണ് കേട്ടോ. കാരണം ഒറ്റ വെട്ടം മാത്രം പറ്റുന്നതാണ്. ഇപ്പോൾ 7 7 അതേ പറ്റൂ. വേറെ ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ 7 × 1 7 അത്രേ പറ്റത്തുള്ളൂ. വേറെ ഒന്നിലും വരുന്നില്ലെങ്കിലാണ് ഈ പ്രൈം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ അതല്ല, 10 അക്കങ്ങളും ഉപയോഗിച്ചിട്ട് ഉണ്ടാകുന്ന 10 അക്ക സംഖ്യകളിൽ എത്ര അഭാജ്യം ഉണ്ടെന്നാ ചോദിച്ചത് കേട്ടോ. അപ്പം നമ്മൾ എന്തോ എന്നറിയോ, ഇതെല്ലാം കൂടെ കൂട്ടണം. അവിടെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതണമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. മനസ്സിലാക്കണേ നിങ്ങൾ. ഇത് ഓരോന്നാണ് നമ്മളോട് ചോദിച്ചെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്നീ 10 അക്കങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന 10 അക്ക സംഖ്യകളിൽ. അപ്പോൾ 0 + 1 + നമ്മൾ ആദ്യം ചെയ്ത രീതി തന്നെ 3 + 4 + 5 + 6 + 7 + 8 + 9 കണ്ടോ, ഇങ്ങനെ എടുക്കണം. മനസ്സിലായോ? ഇത്രയും കൂടെ എടുത്ത് വേണം കൂട്ടാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? നമ്മൾ നോക്കിയേ, ഇതെല്ലാം കൂടെ കൂട്ടിയേ. 1 0 അവിടെ ആയിക്കട്ടെ, 1 2 3 3 3 6 കേട്ടോ. 6 4 10 10 5 15 15 6 21 21 7 28 28 8 16 36 36 9 45. ഇവിടെ എത്ര നമുക്ക് കിട്ടിയത്? 45. നമുക്ക് കിട്ടിയത് എത്ര നിങ്ങളെ? 45. ഈ 45 ഒരു പ്രൈം നമ്പർ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. 0 എന്താണെന്നാണ് പറഞ്ഞത്? 0 എന്ന് പറയുന്നത് ഈസ് നോട്ട് പ്രൈം കേട്ടോ, നോട്ട് പ്രൈം. പക്ഷേ എന്താ,
നെയ്തർ, നോട്ട് പ്രൈം, നെയ്തർ എന്താ, അതായത് നോട്ട് എ പ്രൈം കേട്ടോ. ഇതൊരു പ്രൈമാണ്, പക്ഷേ നെയ്തർ പ്രൈം കേട്ടോ, അത് ഓർത്തോണേ, നോർ കോമ്പോസിറ്റ്. അല്ലോ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കത്തില്ല, 0 എന്ന് തന്നെ എടുക്കും. പക്ഷേ അതൊരു 10, 20, 30 അതിൻ്റെ ലാസ്റ്റിൽ 0 വന്നാലും നമ്മൾ എടുത്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ, ഇല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 45 വരുന്നത്, അല്ലേ? 45 അല്ലേ വരുന്നത്. ഈ 45 എന്ന് പറയുന്നത് ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഈ 45 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? നോക്കിയേ, 4, 5, 9. 4 + 5 = 9 വരുന്നുണ്ട്, അല്ലേ? 9ൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത രീതി അനുസരിച്ച് 9 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം അങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ എത്ര വന്നത്? 9. 9 വന്നാൽ എങ്ങനെയാ? 5, 4, 9. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്താൽ 9 ഇൻറ്റു ഫസ്റ്റ് നമ്പറായ 4, അല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നു? പ്ലസ് 5, 4, അല്ലേ? 4 + 5 9 ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്താ? 9ൻ്റെ ടേബിളിൽ പറ്റും. സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 45 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയ ആൻസർ. അതായത് തന്നിരിക്കുന്നതിനെ എല്ലാം പറക്കിയിട്ട് കൂട്ടി ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതാണ്ട് ഇതുപോലെ എഴുതിയിട്ടാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ നമ്മളോട് മൊത്തത്തിൽ ചോദിച്ചുകൊണ്ട് മൊത്തത്തിൽ കൂട്ടുമ്പോൾ 45 വരും. ഈ 45 വന്നു കഴിഞ്ഞാൽ 2ൻ്റെ ടേബിളിൽ പറ്റത്തില്ല, കാരണം ലാസ്റ്റിൽ 5 വന്നേ. അപ്പോൾ നമ്മൾ 3ൻ്റെ ടേബിളിൽ പറ്റുമോ നോക്കിയേ. 3, 1 3, 3 15, 5 3 15 0. അപ്പോൾ എന്താ? 3ൻ്റെ ടേബിളിൽ പറ്റും കേട്ടോ. 3 ഇൻറ്റു 15 45. ഇനി 4ൻ്റെ പറ്റത്തില്ല, നമുക്കറിയാം, അല്ലേ? 5ൻ്റെ പറ്റുമോ നോക്കിക്കേ. 45 5ൻ്റെ ടേബിളിൽ പറ്റുമോ? 9 5 45, അല്ലേ? 9 5 45. അപ്പോൾ എന്താ? 9 ഇൻറ്റു 5 45 വരുന്നുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ ഇനി എന്താ? 9ൻ്റെ ടേബിളിൽ തന്നെ വരുന്നുണ്ട്, അല്ലേ? 45 എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഏതിൻ്റെയൊക്കെ ടേബിളിൽ 2 മതി. ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുന്നുണ്ട്? 3ൻ്റെ ടേബിളിലും വരുന്നുണ്ട്, 9ൻ്റെ ടേബിളിലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രൈം നമ്പറാണോ? പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താ? തന്നിരിക്കുന്ന സംഖ്യയും 1 വെച്ച് മാത്രം ചെയ്യുന്നതാണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഒരു 45 അല്ലെ 45 ഇൻറ്റു 1 45. ഇത് 45 അല്ലെ 45 എന്ന് വെച്ചാൽ 1ൻ്റെ മാത്രമാണോ കുഞ്ഞുങ്ങളെ? അല്ല, 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. 9ൻ്റെ ഇപ്പം തന്നെ 2 ആയില്ലേ, അല്ലെ? 15 ഇൻറ്റു 3 വരുന്നുണ്ട്, 5 ഇൻറ്റു 9 വരുന്നുണ്ട്. തിരിച്ച് മറിച്ച് എഴുതുമ്പോൾ തന്നെ 4 ആയില്ലയോ? അപ്പോൾ അതൊരു എന്താണ്? ഇതൊരു ആൻസർ എന്താ കുഞ്ഞുങ്ങളെ? ഇതൊരു പ്രൈം നമ്പർ ആണോ എന്നേ നമ്മളോട് ചോദിച്ചുള്ളൂ. ആണോ? എത്ര അഭാജ്യ സംഖ്യകൾ ഇതിനകത്തിലുണ്ടെന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പം ഇത് പ്രൈം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മളതിനെ എങ്ങനെ എഴുതും? അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ ഇത് ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അല്ലാതെ കണക്ക് ആൻസറായിട്ട് എഴുതുമ്പോൾ 45 കിട്ടുന്നത്. ആ 45നെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇത്ര എഴുതിയാൽ മതി. എന്നിട്ട് ഇറ്റ് ഈസ് ദി ഇതെന്താണ്? ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ്. ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിളാണ്. ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ട്, 9 ഉണ്ട്, അല്ലേ? ഇത്ര എഴുതിയാൽ മതി. അതായത് 3ൻ്റെയും പിന്നെ ഇതിൻ്റെയാ 9ൻ്റെയും, അല്ലേ? 3ൻ്റെയും 9ൻ്റെയും ഗുണിതങ്ങളാണ്. ഇത് ഞാൻ തുടങ്ങിയപ്പം മുതൽ പറയുന്നത്, നിങ്ങൾ ഈ ഇതിലെ കണക്കുകൾ കാണാതെ പഠിക്കരുത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാണെന്നൊന്നും പഠിക്കരുത്. ഇത് വായിച്ച് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. ഇപ്പം ഇങ്ങനെ നമുക്ക് 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അത് മൊത്തവും കൂടെ എടുത്ത് കൂട്ടുക കേട്ടോ. കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ പ്രൈം ആണോ അല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. പ്രൈം ആണോ അല്ലയോ എന്നറിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 45 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഈ സംഖ്യയല്ല, വേറെ ഏതോ ആയിക്കോട്ടെ. അത് വേറെ ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടെങ്കിൽ അതെന്താ? കോമ്പോസിറ്റ് നമ്പറാണ് കേട്ടോ, ഭാജ്യ സംഖ്യയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1 മാത്രമേ വരുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇവിടെ എന്താ? 45 എന്ന് പറയുന്നത് എന്താ? ഇവിടെ 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്, 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കേട്ടോ? അതുകൊണ്ട് ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. 3ൻ്റെയും 9ൻ്റെയും ഒക്കെ ഗുണിതങ്ങളാണ്. മനസ്സിലാക്കണേ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.